ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോവാണ് കേട്ടോ. പിന്നെ നൈറ്റ് ബർത്ത്ഡേ ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വാഴാലിക്കാവിക്കാണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് പോകണത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് ആണല്ലോ നമ്മുടെ ARMലത്തെ കിളിയെ തത്തക്കിളിയെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3:30-3:45 ആകുമ്പോഴാണ് കേട്ടോ സ്പോട്ടിലെത്തിയത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ തുടങ്ങിയ പുതിയ പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് കാണാനൊക്കെ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വരുന്ന വഴി കുറേ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനും കളിക്കാൻ വരട്ടെ എന്ന്. അങ്ങനെ ഒരു 5 മിനിറ്റോളം ഏട്ടൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, കാറിലിരുന്ന് ഞങ്ങൾ ഒരു വിധമായി. ഭയങ്കര ചൂടാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നെങ്കിലും ഭയങ്കര ചൂടായിരുന്നു ഉള്ളിലോട്ട്. ഇങ്ങനെ 2 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ വിശർത്തൊലിച്ചൊരു വിധമായിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പ്രാന്താണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊന്നുമില്ല, വലിയ കുട്ടികളൊന്നുമില്ല, എല്ലാവരുടെ കൂടെ കിട്ടിക്കഴിഞ്ഞ് കളിക്കാൻ. അച്ഛൻ്റെ ഒരു കാര്യം കണ്ടോ? അച്ഛനെ വിളിക്കേ പോവാന്ന് പറ. ടാറ്റ. ചൂടെടുക്കുന്നു ഗൈസ്. വണ്ടിയുടെ ഇരുന്നിട്ട് ആമി ഇരുന്ന് കടല തിന്നാ. ആമി എന്താ തിന്നുന്നേ? ആമി എന്താ തിന്നുന്നേ? ടാറ്റിനെ തിന്നണേ. ആമി തിന്നുന്നത് അതെ. മൂക്കും കളിക്കാം. മൂക്ക് അവളുടെ വാരിട്ട് ചവച്ചിക്ക് വെച്ചുതരാം. അവളെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചവച്ചിട്ട് അവളുടെ വായിൽ വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു കൂൾ ബാറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ചിക്കൻ റോളും 3 പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഒരു ബ്രെഡ് ഓംലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് ആമീനെ അപ്പം എടുക്കുമ്പോൾ ആമി ഗംഭീര കരച്ചിലായിരുന്നു. ആ സമയത്ത് അവൾ ഒരൊറ്റ ചവിട്ടി ഇത് നമ്മുടെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ നിലത്ത് വീണ് പൊട്ടിയിട്ടോ. പിന്നെ അതിൻ്റെയും കൂടി പൈസ കൊടുക്കാൻ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ആമിക്ക് എന്താണെന്നറിയില്ല, ദേഷ്യം വന്നു കഴിഞ്ഞ് പിന്നെ കണ്ണുമില്ല മൂക്കില്ലാത്ത അവസ്ഥയാണ്. എന്ത് കിട്ടിയാലും ചവിട്ടി പൊളിച്ചവൾ കളയും. അപ്പോൾ പ്ലേറ്റും ഒക്കെ നിലത്തിട്ട് ചവിട്ടി അരക്കായിരുന്നു അവളുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പിന്നെ വലിച്ച് ഡീലൊക്കെ ആക്കി സെറ്റാക്കി ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നൈറ്റ് ആകുമ്പോൾ സാന്ദ്രേശ്വര മോളുടെ ബർത്ത്ഡേക്ക് പോകണം. നമ്മുടെ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചിയുടെ രണ്ടാമത്തെ മോളുടെ 2nd ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെഡി ബിയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ടെഡി ബിയറിനോടൊക്കെ ആയിരിക്കില്ല താല്പര്യം. പക്ഷെ എൻ്റെ മോൾക്ക് ബോളിനോടാണ്. എന്താ അമ്മയ്ക്ക് വേണ്ടത്? ബോളോ? എന്തിനാ അമ്മയുടെ പൊന്നിന് ബോൾ എത്ര ബോളാ മേടിച്ചിക്കണേ? അച്ചി ബോള് ഞങ്ങൾ എത്തുന്നത് വരെ സാന്ദ്ര ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വിളിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. എത്തിയപ്പോൾ എന്താ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 പേരും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ സ്ഥിരം പരിപാടിയാണല്ലോ കളിക്കൽ. ബോൾ കൊണ്ടും ഓരോ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മക്കൾസും ഒരുമിച്ച് ഇരുന്ന് കളിക്കലും കഥ പറയലൊക്കെ ആവുമല്ലോ. നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ. ഇതാ ഗൈസ്, ഇത് കണ്ട് എത്ര തോന്നും? 250 രൂപ. കണ്ട ഹെവി ആയിട്ട് തോന്നും, പക്ഷെ ഫുള്ള് ലോക്കലാ. അതെ. അപ്പം തന്നെ ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സനിക്കുട്ടി അതിൻ്റെ കത്തിയൊക്കെ ആദ്യം തന്നെ വലിച്ചൂരി കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി ആട്ടോ ഉണ്ടായിരുന്നത്. ബിരിയാണി ചിക്കൻ റോസ്റ്റും. സാന്ദ്ര ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ വെച്ചതാണെന്നാണ്. സാന്ദ്ര ചേച്ചി തന്നെ വെച്ചതാണെന്നാണ് കേട്ടോ. പിന്നെയാണ് അവസാനമാണ് അതിൻ്റെ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അരുണേട്ടൻ പറയണത് ഏൽപ്പിച്ചതായിരുന്നു എന്ന് എന്നോട് നുണ പറഞ്ഞായിരുന്നു കേട്ടോ ചേച്ചി. അത് പിന്നെ സാരമില്ല, ആരാല്ലേ ഇപ്പം നുണ പറയാത്തത്? എല്ലാവരും ഒരു നുണയെങ്കിലൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കൂലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിപ്പോ സാന്യ കുറിച്ച്
കുഞ്ഞാറ്റയുടെ അല്ലേ ബർത്ത്ഡേ? ചേച്ചി മാത്രം നിന്നാ മതി. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? രാമിക്കുട്ടിക്ക് താങ്ക് യു പറ. ഒരു പാത്രം എടുത്ത് നമുക്ക് മുറിക്കാം. അയ്യോ കേക്ക് കട്ടിങ്ങിൻ്റെ വിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരിക്കൂലേ. അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ചേച്ചി കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ സംഭവമാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കിയിരുന്നായിരുന്നു. ഞങ്ങൾ ആദ്യം കഴിച്ചില്ല, മക്കൾസിനൊക്കെ ആദ്യം കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത്. അടിപൊളി ബിരിയാണിയും ചിക്കൻ റോസ്റ്റും കച്ചമ്പറും ഒക്കെ ഉണ്ടായിരുന്നു, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയിൽ കുറേ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇതെല്ലും കഷ്ണമൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് അരുണായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് എന്താ പറയുക, ഭയങ്കര രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാനും കഥകളൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട്. എന്താ പറയുക, വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അവസാനം എന്താ ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമ്മളെല്ലാവരും ആയിട്ട് കാണുന്നതായിരിക്കും. നമ്മുടെ ശ്രാവണി ഫാമിലി വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്യാത്തവർ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്താ പറയുക, ചേച്ചിയോട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, സാധാരണ ഫ്രണ്ട്സിനോടുള്ളൊരു മാതിരി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പറ്റുന്നൊരു എന്താ പറയുക, എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ്. എല്ലാവരും ചേച്ചിനെ കൂടി സപ്പോർട്ട് ചെയ്യണം.